ഒരു വനിതാ മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജിയാണ്. ഇത്ര നിഷ്ഠൂരമായ സംഭവം കൊൽക്കത്തയിൽ മമതാ ബാനർജിയുടെ മൂക്കിന് കീഴിൽ നടന്നു എന്ന് നമുക്ക് കാണാം. പക്ഷെ അത് നടന്നു കഴിഞ്ഞ് ഈ പ്രതികളെ സംരക്ഷിക്കാൻ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന്, ബംഗാളിൽ അറിയപ്പെടുന്ന സിൻഡിക്കേറ്റ് എന്നറിയപ്പെടുന്ന അവിടുത്തെ വ്യവസ്ഥയുടെ ഭാഗത്തു നിന്ന് എല്ലാ ശ്രമങ്ങളും ഉണ്ടാവുകയാണ്. പൊറുതിമുട്ടി ഗവർണർക്ക് പോലും ഇതൊരു ബനാന റിപ്പബ്ലിക് ആണോ എന്ന് ചോദിക്കേണ്ടി വരികയാണ്. എങ്ങനെ ഇതൊരു വനിതാ മുഖ്യമന്ത്രിയുടെ കാൽക്കീഴിൽ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ആശങ്കയുണ്ടോ, അത്ഭുതമുണ്ടോ, ആശ്ചര്യമുണ്ടോ? അല്ല, തീർച്ചയായും അങ്ങേയറ്റം നമുക്കൊരു തരത്തിലും സമാനതകളില്ലാത്ത തരത്തിൽ തന്നെ കാണേണ്ട ഒരു കുറ്റകൃത്യം തന്നെയായിട്ടാണ് അതിനെ മനസ്സിലാക്കുന്നത്. ആ ക്രൈം നടന്ന സാഹചര്യം അല്ലെങ്കിൽ അതിനുശേഷം വന്നിട്ടുള്ള വാർത്തകൾ, തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു സമൂഹ മനസ്സാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ആഗസ്റ്റ് 9 അതിന് നടന്നതിന് ശേഷം പിന്നീട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അത്തരത്തിൽ കാരണം അതിൻ്റെ രാഷ്ട്രീയ ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് അതിലൊരുപാട് കാര്യങ്ങൾ നമ്മളിതിൽ ചർച്ചയാക്കേണ്ടതുണ്ട്. കാരണം ഈ ഡോക്ടർമാർക്കിടയിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഡോക്ടർമാർക്കെതിരെ നിരന്തരമായിട്ടുള്ള വയലൻസ്, കാരണം ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച ശ്രീ ഡോക്ടർ ഉണ്ണിയാർ പിള്ള അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർമാർക്കെതിരെയുള്ള ക്രൈമുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കിടയിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അത്തരത്തിൽ ഒരു നിയമം നടപ്പിലാക്കണം, അല്ലെങ്കിൽ കുറെ കൂടെ ഹെയ്നസ് ക്രൈംസിനെതിരെയുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു നിയമം 2022 ഇവിടെ ഒരു ബില്ല് നിലനിൽക്കുന്നുണ്ട്. ആ ബില്ല് കൃത്യമായി നടപ്പിലാകുന്നില്ല. അത് നടപ്പിലാക്കിക്കൊണ്ട് കുറെ കൂടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ട ഒരു സാഹചര്യം ഈ നാട്ടിലുണ്ട് എന്നുള്ള ഒരു ചർച്ച ഇതിലേക്ക് വരുന്നില്ല. അതിന് പകരം മറ്റ് പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് പല രീതിയിലും അത് വളച്ചൊടിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് അതിനെ വളരെ കൃത്യമായിട്ട് ഒരു നിയമപരമായിട്ടുള്ള സംവിധാനത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ തീർച്ചയായും പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അവരുടെ വർക്കിംഗ് സമയത്തെ പറ്റി അല്ലെങ്കിൽ അത്തരത്തിൽ അവരെടുക്കുന്ന ആ ജോലി സ്ഥലത്ത് ഉണ്ടായിരിക്കേണ്ട സുരക്ഷയെ പറ്റി ഇപ്പോൾ വന്ദനാദാസ് നമുക്കറിയാം കേരളത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കിയ രീതിയിൽ നമ്മളത് ചർച്ച ചെയ്തു. നമ്മൾ കുറേ നാളത് ചർച്ച ചെയ്തു. പക്ഷേ എന്നിട്ട് പോലും നിയമപരമായിട്ടും അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടും എന്ത് സുരക്ഷയാണ് ഇപ്പോഴും കേരളത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ളത്? അപ്പോൾ ഇവർക്കെതിരെയുള്ള മെഡിക്കൽ പ്രൊഫഷണൽസിനും അല്ലെങ്കിൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്സിനും എതിരെയുള്ള ഇത്തരം വയലൻസുകൾ അവസാനിപ്പിക്കാനുള്ള വളരെ കൃത്യമായിട്ടുള്ള നിയമ സംവിധാനങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളില്ലാതെ ഒരു വിഷയമുണ്ടാകുമ്പോൾ ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ പ്രത്യേകിച്ച് പറയുകയാണ്. കാരണം കൂടുതൽ ആക്രമിക്കപ്പെടുന്ന ഞാൻ അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ മനസ്സിലാക്കുന്ന എല്ലാ കേസുകളിലും ഒരുപക്ഷെ കൂടുതൽ, കാരണം സെക്ഷൽ അസോൾട്ട് കൂടെ അതിൽ വരുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അല്ലെങ്കിൽ വനിതാ ഡോക്ടർമാർക്ക് എതിരെയുള്ള കുറ്റകൃത്യമായിട്ട് തന്നെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. കാരണം സെക്ഷൽ അസോൾട്ട് എന്നുള്ള കാര്യം അതീവ ഗുരുതരമായിട്ടുള്ള അങ്ങേറ്റം ക്രൂരമായ രീതിയിൽ നടപ്പിലാക്കിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അത്തരത്തിൽ ഈ വർക്ക് പ്ലേസ് ഹരാസ്മെന്റിന് അപ്പുറത്തേക്ക് ഇതെന്തുകൊണ്ട് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിലും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനും വേണ്ടിയുള്ള ആ നിയമം ഈ നാട്ടിൽ വളരെ കൃത്യമായി നടപ്പിലാക്കേണ്ടതുണ്ട്. കാരണം വന്ദനാദാസിനെ പോലെ ഒരു ഇര നമുക്ക്, കാരണം 1 വർഷം തികഞ്ഞിട്ടേ ഉള്ളൂ, കാരണം വളരെ ക്രൂരമായ രീതിയിൽ, കാരണം ഒരു പോലീസ് കൊണ്ടുവരുന്ന പ്രതി തന്നെ ഒരു പോലീസിന് പ്രതിയെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യം. പക്ഷേ ഇത് അതിനും അപ്പുറത്തുള്ള ഒരു വിഷയമാണ്. ഡോക്ടർ